التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദാ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്നാ വഅഖ്വാത്തിനെ കുറിച്ചായിരുന്നു. അങ്ങനെ അതിൽ സായിദായ ഹർഫിയായ മാ പ്രവേശിക്കുമെന്നും അത് പ്രവേശിച്ചാൽ അമലിനെ തൊട്ട് തടയുമെന്നും, എന്നാൽ ലൈത്തയിൽ അത് പ്രവേശിച്ചാൽ രണ്ടും ജായിസാകും. അതിൽ അഥവാ ഇഅ്മാലും ഇഹ്മാലും പറ്റും. ഇഅ്മാലാണ് അർജഹ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വഖറജ ബിഖൗലിഹി മൽ ഹർഫിയ്യ, ഹർഫിയായ മാ എന്ന് മുസന്നിഫ് പറയൽ കൊണ്ട് പുറത്തുപോയി. മുസന്നിഫ് അവിടെ പറഞ്ഞല്ലോ ഇല്ലം തഖ്തരിൻ ബിഹിന്ന മൽ ഹർഫിയ്യ എന്ന്. ആ മൽ ഹർഫിയ എന്ന അദ്ദേഹത്തിൻ്റെ ഖൗല് കൊണ്ട് പുറത്തുപോയി. അൽ ഇസ്മിയ്യതു, ഇസ്മിയായ മാ പുറത്തുപോയി. അപ്പോൾ ഫലാ തകുഫു അനിൽ അമൽ, ആ ഇസ്മിയായ മാ എന്ത് ചെയ്യൂല, അമലിനെ തൊട്ട് തടയൂല. നഹ്വു ഇതുപോലെ ഇന്നമാ സനഉ കൈദു സാഹിരിൻ എന്ന് ത്വാഹയിൽ അല്ലാഹ് പറഞ്ഞ ഒരു ആയത്താണ്. ത്വാഹയിലെ 69-ാമത്തെ ആയത്ത്. ഇവിടെ ഇപ്പം ഇന്നക്ക് ശേഷം മാ ഉണ്ട്, പക്ഷേ ആ മാ ഇന്നൻ്റെ അമലിനെ തടയൂല. ഇത് ഇസ്മിയാണ്. മനസ്സിലായി? അതാണോ പറഞ്ഞത് ഷാരിഹ്? എന്താ അതിൻ്റെത്? ഇന്നമാ സനഉ, തീർച്ചയായും അവർ ചെയ്തൊന്ന് കൈദു സാഹിരിൻ, അത് ജാലവിദ്യക്കാരുടെ തന്ത്രമാണ് എന്ന് പറഞ്ഞല്ലോ അല്ലാഹു. അപ്പോൾ അവിടെ ഫമ, ഇന്നമ എന്നുള്ള ഫമ എന്നുള്ളത് ഹുന ഇവിടെ ഇസ്മുൻ, അത് ഇസ്മാണ്. ഇസ്മു ഇന്നാന്റെ ഇസ്മാകുന്നു. ബിമഅന അല്ലദി, അല്ലദീന്റെ മാനാക്കുള്ള ഇസ്മു ഇന്നാന്റെ ഇസ്മാൻ. അതാണ് ഷാരിഹ് ഇവിടെ പറഞ്ഞത്. ഫമാ ഹുന, ഫമ എന്നുള്ളത് ഹുന ഇവിടെ ഇസ്മു ഇന്നാന്റെ ഇസ്മാകുന്നു. ബിമഅന അല്ലദി, അല്ലദീന്റെ മാനാക്കുള്ളതാണ്. വസനഉ എന്നുള്ളതോ സിലതുഹു, അതിന്റെ സിലയുമാകുന്നു. വകൈദു സാഹിരിൻ എന്നുള്ളതോ ഖബറുഹാ, ആ ഇന്നാന്റെ ഖബറുമാണ്. അപ്പോൾ അവിടെ അമലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന നമ്മൾ ഈ അറബ് പറയുമ്പോൾ ഇന്ന ഫീലിനോട് മുഷബ്ബഹായ ഹർഫ്, മാ എന്നുള്ളത് ഇസ്മു മൗസൂലാണ്. അല്ലദീൻ്റെ മാനാക്ക് നസ്ബിൻ്റെ മഹല്ലിലാന്ന് വെക്കണം. കാരണം എന്താ, അത് ഇന്നാൻ്റെ ഇസ്മാണ്, അമലുണ്ട്. ഫി മഹല്ലി നസ്ബിൻ, ഇന്നാൻ്റെ ഇസ്മാണ്. സനഉ എന്നുള്ളത് ഫീലു മാദി മബ്നി അല ദമ്മിൻ്റെ മേൽ മബ്നി. വാവ് ഫായിലാണ്. അലിഫ് എന്നുള്ളത് ഫാരിഖത്താണല്ലോ. കൈദു എന്നുള്ളത് ഇന്നാൻ്റെ ഖബർ, മർഫു ആണ്, അത് മുദാഫാണ്. സാഹിനി മുദാഫ് ഇലൈഹി, അങ്ങനെ വെക്കണം. ഇനി നോക്കാം അടുത്തത്. കമാ യജൂസുൽ അംറാനി, രണ്ട് കാര്യവും ജായിസ് ആയതുപോലെ എന്ന് പറഞ്ഞാൽ അത് മുസന്നിഫിന്റെ മത്തിന് ഇങ്ങനെ വെക്കുമ്പോൾ മനസ്സിലാവും. മുസന്നിഫിന്റെ മത്തിനിൽ ഇല്ലം തഖ്തരിൻ ബിഹിന്ന, അവകളോട് മൽ ഹർഫിയ ബന്ധിച്ച് ചേർന്നിട്ടില്ലെങ്കിൽ, നഹു ഇന്നമല്ലാഹു ഇലാഹു വാഹിദ് ഇല്ലാ ലൈത ലൈതു ഫയജൂസുൽ അംറാനി, അപ്പോൾ രണ്ടും ജായിസാകും. കഇനിൽ മക്ക ഇന്നൽ മക്സൂറത്തി മുഖഫഫത്തൻ, ഏത് മക്സൂറായ ഇന്നയെ തഖ്ഫീഫാക്കപ്പെടുന്നത് പോലെ. അങ്ങനെ അപ്പൊ അതാണ് അങ്ങനെ അതിന്റെ കാഫിന്റെ ഇടയിൽ ഇങ്ങനെ ഷാരിഹ് കൊടുക്കുകയാണ്. അപ്പൊ മുഖഫഫത്തായ മക്സൂറ ഇന്നൽ രണ്ടും പറ്റുന്നത് പോലെ എന്നാണല്ലോ. അതാണ് ഇവിടെ കമാ യജൂസുൽ അംറാനി, രണ്ടും ജായിസ് ആയതുപോലെ. അതുവേതാ യഅ്മാലും ഇഹ്മാലും. എവിടെ? ഫി ഇന്നൽ മക്സൂറത്തി, മക്സൂറായ ഇന്നയിൽ. അതെപ്പോഴാണ്? ഇദാ കാനത്ത് മുഖഫഫത്തൻ, ആ ഇന്ന തന്നെ എന്താക്കപ്പെടണം, മുഖഫഫാക്കപ്പെടുമ്പോഴാണ്, തഖ്ഫീഫ് ചെയ്യപ്പെടുമ്പോഴാണ്. മിന സഖീല, സഖീലയെ തൊട്ട് ഇൻ എന്നാക്കപ്പെടുമ്പോൾ രണ്ടും ജായിസാകും. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ രണ്ടും ജായിസ് ആണെങ്കിലും ലാക്കിൻ, പക്ഷേ അൽ ഇഹ്മാലു, ഇഹ്മാല്, ഈ അമാലല്ല ഇഹ്മാല്, അമല് ചെയ്യിപ്പിക്കാതിരിക്കലാണ് ഹുന ഇവിടെ കസീർ അധികരിച്ചുള്ളത്. അമല് ചെയ്യിക്കാതിരിക്കലാണ്. അതിന് ഖാല അല്ലാഹു തആല, നമ്മൾ ഓതുന്ന ഖിറാഅത്ത് അല്ലാതെ മറ്റു റിവായത്തുകളിൽ വന്ന തെളിവാണ് അവിടെ കൊടുത്തത്. ആയത്തുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതാ? ഒന്ന്, ഇൻ കുല്ലു നഫ്സിൻ ലമാ അലൈഹാ ഹാഫിദ്. ലമ്മ എന്നാണ് നമ്മുടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേ ഖിറാഅത്ത് അനുസരിച്ച് ഇൻ കുല്ലു നഫ്സിൻ ലമാ അലൈഹാ ഹാഫിദ് എന്ന് വന്നതിൽ അതനുസരിച്ചാകുമ്പോൾ ഇതിവിടെ തെളിവ് വരും. അപ്പൊ ഇൻ കുല്ലു നഫ്സിൻ ലമാ അലൈഹാ ഹാഫിദ്. അതേപോലെ തന്നെ വ ഇൻ കുല്ലു ലമാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. ലമ്മ എന്നാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹാഫിൽ. പക്ഷേ ഈ ഖിറാഅത്ത് അനുസരിച്ച് ലമാ എന്നാ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഇപ്പം എങ്ങനെ മനസ്സിലായി? ഇന്ന് തഖ്ഫീഫ് ചെയ്തതാകുന്നു. ഇന്ന് തഖ്ഫീഫാക്കിയതാണ്, പക്ഷെ അമല് കിട്ടിയിട്ടില്ല. അമല് കിട്ടിയിരുന്നെങ്കിൽ കുല്ലൻ എന്നായിരുന്നു പറയേണ്ടത്. അമല് കിട്ടിയില്ലല്ലോ.
മനസ്സിലായോ? അതാണ് പറഞ്ഞത്. ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞല്ലോ വഹുഫിഫത്ത് ഇന്ന ഫഖല്ലൽ അമലു. കണ്ടാ, അമല് കമ്മിയാണ്. ഇന്നനെ തഖ്ഫീഫ് ചെയ്യപ്പെടുമ്പോൾ അമല് കിട്ടൽ കമ്മിയാണ്, അമലില്ലാതാണ് കസീർ എന്നതിൽ മനസ്സിലായി. വതൽസമുല്ലാമു ഇദാ മാ തുഹ്മലു. അമലില്ലാണ്ടാക്കുമ്പോൾ പിന്നെ ലാമ് കൊടുക്കണം അവിടെ. കാരണം നഫീൻ്റെ ഇന്നിനെയും ഈ ഇന്നിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? നാഫിയായ ഇന്നുണ്ടല്ലോ, ഇൻ കുല്ലു നഫ്സിൽ ലമ്മ എന്ന് ഓതുകയാണെങ്കിൽ ഇന്ന അവിടെ നാഫിയായ ഇന്നാണ്. ലമ്മ നമ്മൾ ഓതുമ്പോൾ മനസ്സിലാവുണ്ടോ? ഇൻ കുല്ലു നഫ്സിൽ ലമ്മ അലൈഹ ഹാഫിദ് പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻ അപ്പം എന്തായിരിക്കും? ഹർഫു നഫീൻ്റെ ഹർഫായിരിക്കും, സുക്കൂൻ്റെ മബിനിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ലമ്മ എന്നുള്ളതോ ലമ്മ ഇല്ലാൻ്റെ മാന ഇല്ല, ഇസ്തിസ്നാഇയ ഇല്ലൻ്റെ മാനാക്കുള്ള ഹർഫായിരിക്കും. മനസ്സിലായില്ലേ? അതായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ തെളിവ് പിടിച്ചു വെച്ച് നോക്കുമ്പോൾ ഇൻ അവിടെ എന്താണ്? മുഖഫഫാണ്. മിന സഖീല, സഖീലേത് മുഖഫഫായതാണ്. അപ്പൊ പിന്നെ ലമ എന്നുള്ളത് എന്താ വരിക? ലാ എന്നുള്ളത് ലാമുൽ ഇബ്തിദാ, ഇബ്തിദാന്റെ ലാമാണ് ഫാരിഖത്തായ ഇബ്തിദാ. അതാ ഫാരിഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തിന്റെയും നഫീന്റെ ഇന്നുണ്ടല്ലോ, അപ്പൊ രണ്ടിൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന ഇബ്തിദാന്റെ ലാമാണ്. അങ്ങനെ വെക്കണം. മാ എന്നുള്ളതോ സായിദായ ഹർഫാണ്, മഹല്ലില്ല, അങ്ങനെ വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ടായത്തിൽ നിങ്ങൾ അങ്ങനെ വെച്ചാൽ മതി. ഈ രണ്ട് വൈൻ കുല്ലു ലമ്മ ജമി അവിടെ അങ്ങനെ തന്നെ വരിക. നമ്മളിപ്പോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖിറാഅത്തിൽ വൈൻ കുല്ലു ലമ്മ എന്ന് പറയുകയാണെങ്കിൽ ലമ്മ എന്നുള്ള ഇസ്തിസ്നാഇയ ഇല്ലന്റെ മാനാക്കളാണ്, ഇന്ന് നഫീന്റെ ഹർഫായിരിക്കും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ തെളിവ് പിടിക്കുമ്പോൾ വൈൻ കുല്ലു ലമ എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് മുഖഫഫ് മിന സഖീലായിരിക്കും. ലമ ലാമ് ഇബ്തിദാ ഫാരിഖ മാ സായിദ അങ്ങനെ വെക്കണം. വാദിഹ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ശബ്ദോട് കൂടിയുള്ളതാണ്. ഇമാം ആസിം, ഹംസ ഇബ്നു ആമിർ റഹിമഹുമുല്ലാ ഇവരൊക്കെ ലമ്മ എന്നാണ് ഖിറാഅത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ളവർ എന്താ തഖ്ഫീഫ് ചെയ്തിട്ട്, അപ്പം നമുക്ക് തെളിവിട്ട ഇമാം നാഫിഅ ഇബ്നു കസീറൊക്കെ തഖ്ഫീഫാക്കിയാണ് ഖിറാഅത്ത് ചെയ്തത് റഹിമഹുമുല്ലാ. അനി നോക്കി അടുത്തങ്ങൾ നോക്കി വഖുരിഅ ബിഹിമ, അവ രണ്ട് കൊണ്ടും ഖിറാഅത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇഹ്മാലും ഇഅ്മാലു കൊണ്ടും ഖിറാഅത്ത് ചെയ്യപ്പെട്ടു. ഏതാ? വഇൻ കുല്ലൽ ലമാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും. ഇവിടെ ഇപ്പൊ നമ്മൾ ഖിറാഅത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്ങനെയാ? വ ഇന്ന കുല്ലൽ ലമ്മ, വ ഇന്ന കുല്ലൽ ലമ്മ. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ തെളിവിന് കൊണ്ടുവന്ന ഖിറാഅത്ത് അനുസരിച്ച് വ ഇൻ കുല്ലൽ ലമ എന്ന് പറയണം. മനസ്സിലായോ? ഇത് വ്യത്യസ്ത രീതിയിൽ ഖിറാഅത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തഖ്ഫീഫോടുള്ള ഖിറാഅത്ത് ഇമാം നാഫിഅ ഇബ്നു കസീർ റഹിമഹുമുല്ലാ അവർ ഇതിനെ ഇൻ ലമ എന്ന് തഖ്ഫീഫാക്കി ഖിറാഅത്ത് ചെയ്തത്. അതാണ് നമുക്കിവിടെ തെളിവ്. അപ്പം എങ്ങനെ നമുക്ക് ഇറാബൊക്കെ വ ഇൻ എന്നുള്ളത് വാവ ആത്തിഫാണ്, എന്നുള്ളത് സഖീല എന്ന് മുഖഫഫാക്കിയതാണ്. കുല്ല എന്നുള്ളത് എങ്ങനെ പറയണം? അപ്പോൾ ഇന്നാൻ്റെ ഇസ്മാണ്. മുഖഫഫായ ഇന്നിൻ്റെ ഇസ്മാണ്. മനസ്സിലായി? മൻസൂബാണ്. ലമ എന്നുള്ള ലാം നമ്മളവിടെ ഇബ്തിദാ വെക്കും. മാ മൗസൂലാണ്, റഫിന്റെ മഹല്ലാണ്. അപ്പോൾ മുഖഫഫായ ഇന്നെന്നുള്ളതിന്റെ ഖബറാണ്, അങ്ങനെ വെക്കണം. പിന്നെ ലയുവഫിയന്നഹും അത് പിന്നെ മുഖദ്ദറായ ഖസമിന്റെ ജവാബിൽ വാക്കിയ ലാമാണ്. അപ്പൊ അങ്ങനെ വരിക. ഇനി നേരെ മറിച്ച് നമ്മൾ ഓതുന്നത് വ ഇന്ന കുല്ലൽ ലമ്മ എന്നാകുമ്പോഴോ, അപ്പോൾ ഇന്ന ഹർഫ് തോക്കിയത് തന്നെ കുല്ലൻ അതിന്റെ ഇസ്മാണ്. ലമ്മ എന്നുള്ളത് ജാസിമായ ഹർഫായിരിക്കും. മനസ്സിലായോ? ജാസിമിന്റെ ഹർഫായി വരും ലമ്മ. അപ്പൊ അതാണ് വ്യത്യാസം. ഇനി നമുക്ക് നോക്കാം. ഫ അമ്മ ലാക്കിൻ, എന്നാൽ ലാക്കിൻ ഇദാ കാനത്ത് മുഖഫഫത്തൻ അതിനെ തഖ്ഫീഫ് ചെയ്യപ്പെടുമ്പോൾ ഫതുഹ്മലു, അപ്പൊ അതിനെന്ത് ചെയ്യൂ? അമലിനെ തൊട്ട് മുടക്കം ചെയ്യപ്പെടും. അമല് ചെയ്യിപ്പിക്കപ്പെടൂല, അമലിനെ തൊട്ട് മുടക്കം ചെയ്യിപ്പിക്കപ്പെടും. വുജൂബൻ നിർബന്ധമായും. എന്തുകൊണ്ടാ? ലിസവാലി ഇഖ്തിസാസിഹ അത് പ്രത്യേകമാകൽ നീങ്ങിയ കാരണത്തിന് വേണ്ടി, നീങ്ങിയ കാരണത്താൽ. ബിൽ ജുംലത്തിൽ ഇസ്മിയ ജുംല കൊണ്ടത് പ്രത്യേകമാവുക എന്നുള്ളത് നീങ്ങിയ കാരണത്താലാണ്. നഹ്വു നോക്കിങ്ങള് വലാകിൻ കാനൂ ഹുമുസ്സാലിമീൻ അവിടെ അമലില്ല. അതേപോലെ തന്നെ ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂന, ഇതൊക്കെ ഖുർആനിലെ ആയത്തുകളാണ്, എല്ലാവർക്കും നോക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ എന്താണ്? അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ഇതില്ല, അമലില്ല. വലാകിൻ കാനൂ ഹുമുസ്സാലിമീൻ, ലാക്കിനി റാസിഖൂന അവിടെ അമലില്ല.
അമലുണ്ടായിരുന്നെങ്കിൽ ഖൂന എന്ന് പറയൂലോ. അപ്പോൾ അത് അമലില്ലാത്തതിന് ഖുർആൻ എടുത്തു കൊടുത്ത തെളിവുകളാണ്. ഇനി അമ്മ എന്നാൽ അന്നൽ മഫ്തൂഹത്തു മഫ്തൂഹായ അന്ന ഇദാ ഖുഫിഫത്ത് അതിനെ തഖ്ഫീഫ് ചെയ്യപ്പെടുമ്പോൾ ഫതഅമലു അപ്പോൾ അത് അമൽ ചെയ്യും വുജൂബൻ വുജൂബായ നിലയിൽ തന്നെ അതെന്ത് ചെയ്യും അമൽ ചെയ്യും. അല്ല പിന്നെ ഫതഅമലും പറയാം ഫതഅമലു അതിനെ അമൽ ചെയ്യിപ്പിക്കപ്പെടും മറ്റല്ലേ ഫതഅമലു അങ്ങനെ. അപ്പോൾ ഫതഅമലു അതിനെ അമൽ ചെയ്യിപ്പിക്കപ്പെടും വുജൂബ് എന്ന നിലക്ക്. വലാകിൻ പക്ഷേ യജിബു നിർബന്ധമാണ് ഹീന ഇതിൻ അപ്പോൾ ഫി ഗൈരി ദറുറത്തിൽ അല്ലാത്തപ്പോൾ എന്താ നിർബന്ധമായത് ഹദ്ഫു ഇസ്മിഹ അതിന്റെ ഇസ്മിനെ കളയൽ നിർബന്ധമാണ്. അമ്മാ ഫി ദറൂറ എന്നാ ദറുറത്തിലോ ഫലാ യജിബ് നിർബന്ധമില്ല. അപ്പൊ അന്നനെ തഖ്ഫീഫ് ചെയ്യുമ്പോൾ അതിന്റെ ഇസ്മിനെ കളയണം. ഇബ്നു മാലിക് റഹ്മഹുല്ലാഹി അൽഫിൽ പറഞ്ഞല്ലോ വ ഇൻ തുഖഫഫ് അന്ന ഫസ്മു ഹസ്തകൻ എന്നാ പറഞ്ഞത്. അപ്പൊ കളയണം, അവിടെ ഉണ്ടാവില്ല, മറന്നിട്ടായിരിക്കും. വൽ ഖബർ ജഅൽ ജുംലതൻ മിൻ ബഅദി അൻ അതിന്റെ ഖബർ ജുംല ആയിട്ട് ഉണ്ടാവും ഇൻഷാല്ലാഹ് അത് പറയും. അപ്പോൾ ദറുറത്തിലല്ലാത്തപ്പോൾ ഇസ്മിനെ കളയണം. ദറുറത്തിലാകുമ്പോൾ പിന്നെ ഇസ്മിനെ കളയണോണ്ട് ആവശ്യമില്ല, നിർബന്ധമില്ല. ഖൗലി ഹിശാറിന്റെ ഖൗല് നോക്കാം നമ്മൾക്ക്. ബി അന്നക റബീഉൻ വഗൈസുൻ മരീഉൻ വഅൻക ഹുനാക തകൂനു സിമാലാന. എന്താ അതിന്റെ മാന? ബി അൻക അത് മാക്കബിലുള്ള ബൈത്തിനോട് അതിന്റെ മുത്താലൊക്കെ മാക്കബിലുള്ള ബൈത്തല്ല, ലഖദ് അലിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അലിമനോടാണ് അതിന്റെ മുത്താലക്ക്. ഇതിന്റെ മുമ്പൊരു ബൈത്ത് അത് ഷറഹുകളൊക്കെ കാണാം. അപ്പൊ എന്താ തീർച്ചയായും അറിഞ്ഞിരിക്കുന്നു. ബി അൻക അതാണ് നമുക്കവിടെ തെളിവ്. ബി അൻക തീർച്ചയായും അറിഞ്ഞിരിക്കുന്നു മാക്കബിലുള്ള ബൈത്തുമായിട്ട്. എന്തറിഞ്ഞിരിക്കുന്നു? ബി അൻക തീർച്ചയായും താങ്കൾ റബീഉൻ വസന്തമാണ്, വഗൈസുൻ മരീഉൻ വഗൈസുൻ അതേപോലെ തന്നെ അങ്ങ് മഴയുമാണ്. എങ്ങനത്തെ മഴ? മരീഉൻ ഉപകാരമുള്ള ഗൈസുമാകുന്നു, മഴയുമാകുന്നു. വ അൻത എന്നാണ് ഈ ബുക്കിലൊക്കെ ഉള്ളത്. ഷറഹിലും അതിന്റെ പദ്യം കൊടുത്തത് അങ്ങനെ, പക്ഷെ അതിന്റെ ഷാഹിദ് നോക്കിയപ്പോൾ മനസ്സിലായത് അതങ്ങനല്ല, വ അൻക എന്നാണ്. കാരണം വ അൻക അവിടെ ഈ ബൈത്തിന്റെ ഷാഹിദിൽ ഷറഹ് കാണാം. അഷാഹിദു ഫീഹി ഏതൊക്കെ ഷാഹിദ് ഏതൊക്കെ പറയുന്നത്? ബി അൻക റബീഉൻ വ അൻക തകൂനൂന. അപ്പൊ ചില കോപ്പിൽ അങ്ങനെ തന്നെ ഉണ്ട്, ഇതിൽ ഇത് വ അൻത എന്നാ. അപ്പൊ വ അൻക അപ്പോ വജ്ഹുൽ ഇസ്തിശ്ഹാദ് മജീഉ ഇസ്മി അന്ന അൽ മുഅക്കദത്തിൽ അൽ മുഖഫഫ അന്ന അൽ മുഅക്കദത്തിൽ മുഖഫഫ. അപ്പോൾ അവിടെ മജീഉ ഇസ്മി അന്നൽ മുഅക്കിദത്തിൽ മുഖഫഫതി മിന സഖീല ഫിൽ മൗദിഅൈനീന. അപ്പോൾ അതിൽ കൂടെ മനസ്സിലാവും രണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ വാങ്കാന്ന് മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത് നമുക്ക്? ബി അൻക തീർച്ചയായും താങ്കൾ റബി ആകുന്നു, ഗൈസ് മഴയാകുന്നു, മരിയായ ഉപകാരമുള്ള. വ അൻക അതേപോലെ തീർച്ചയായും താങ്കൾ വ അൻക അങ്ങ് അവിടെ ഹുനാക്ക് അവിടെ തെക്കൂനു സിമാല എന്താ താങ്കൾ അവിടെ ആകും. സിമാല മൽജ എന്നൊക്കെ പറയും. അപ്പോൾ അവരൊരു അഭയം ഒരു സഹായിയാകും എന്നർത്ഥം. അപ്പോൾ ഇവിടെ അന്നതന്നെ ഇസ്മിനെ കളഞ്ഞിട്ടില്ല, നമ്മൾ കളയണമെന്നല്ല പറഞ്ഞത്. ഇവിടെ അൻക എന്നാ വന്നത്, അൻക വ അൻക രണ്ട് സ്ഥലത്തും അതിൻ്റെ ഇസ്മിനെ പറഞ്ഞിട്ടുണ്ട്. ദമീർ മുഖാത്തബിൻ്റെ ദമീറിനെ അതൊരു വ്യത്യാസമുണ്ട്. കാരണം സാധാ ഷൈലിൻ്റെ ദമീറാ വരുന്നുണ്ട്. അത് ഇബ്നു മാലിക് റഹ്മഹുല്ല പറയുന്നുണ്ടല്ലോ, അതാ അവിടെ ഫസ്മു ഹസ്തക്കൻ എൻ്റെ ഷറഹുകൾ പറയല്ലോ ഷൈലിൻ്റെ ദമീർ അധികരിച്ചും വരിക. ഇവിടെ ഖിതാബിൻ്റെതാ വന്നത്, ഇവിടെ ഏതായാലും കളഞ്ഞിട്ടില്ല. അപ്പോൾ ദറുറത്തിനാന്ന് വേണ്ടി വെക്കണം. അവിടെ ഷറഹുകളിൽ കാണാം വൽ ഗാലിബു അധികരിച്ചു യക്കൂന അത് ഉണ്ടാവല ദമീറ ഷൈനി ഷൈൻ്റെ ദമീറായിട്ടാണ് വരിക. പിന്നെ അതുമല്ല യക്കൂന മഹദൂഫൻ അത് കളയപ്പെട്ടിട്ടും ആയിട്ടാണ് വരല്. അപ്പോൾ ഇത് ഈ ഷാഹിദ് ഇന്ദൽ ജുംഹൂറിന്റെ അടുക്കൽ ഷാസോ അല്ലെങ്കിൽ ദറുറത്തോ ആണ് എന്നൊക്കെ ഷറഹ് കാണാം. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്കതിന്റെ ബാക്കി നോക്കാം. വയജിബു ഐദൻ വീണ്ടും നിർബന്ധമാണ് കൗനുഹു ആ ഇസ്മ ആകൽ എന്താവുക ദമീറ ഷൈനി. നമ്മൾ പറഞ്ഞില്ലേ ഷൈനിന്റെ ദമീർ ആവൽ നിർബന്ധമാണ്. അപ്പൊ മുഖാത്തബിന്റെ വന്നിട്ടുണ്ട്. ഗാലിബിലും ഷൈനിന്റെ ദമീറ ഉണ്ടാവുക. അപ്പൊ വയജിബു നിർബന്ധമാണ് ഐദൻ വീണ്ടും കൗനുഹു ആ ഇസ്മ ആകൽ ദമീറ ഷൈനി ഷൈന്റെ ദമീർ ആവൽ നിർബന്ധമാണ്. വ കൗനു ഖബരിഹ അതിന്റെ ഖബർ എന്തുവാണ്? ജുംലത്താവണം, ഇസ്മിയത്തൻ ഇസ്മിയായതോ ഫിഅലിയത്തൻ ഫിഅലിയായതോ ഇസ്മിയായ ജുംലയായിരിക്കും.
വൈൻ തുഖഫഫ് അന്ന ഫസ്മു ഹസ്തകൻ വൽ ഖാബറ ജഅൽ ജുംലത്തൻ മിൻ ബാദി എന്നല്ലേ ഇബ്നു മാലിക് പറഞ്ഞത്. അപ്പോൾ ഇസ്മിയത്തിന് ഉദാഹരണം പറയാൻ നഹ്വു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. ഐ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ നമുക്ക് തെളിവെന്താ? അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള അന്ന് സഖീലയിൽ നിന്ന് മുഖഫഫ് ആയതാണ്. അതിന്റെ ഇസ്മ് ഷൈന്റെ ദമീർ മഹദൂഫാണ്. അപ്പൊ തഖ്ദീർ അൻഹൂന അതാണ് അവിടെ കൊടുത്തത്. ഐ അനിൽ അമ്ര അവിഷയിനർത്ഥം, തീർച്ചയായും കാര്യം അല്ലെങ്കിൽ കാര്യം എന്നർത്ഥം. അപ്പൊ ആ ഹൂ അവിടെ കളഞ്ഞിട്ടുണ്ട് ഇസ്മിനെ. അങ്ങനെ വെക്കണം. എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ വെക്കണം. എന്നിട്ട് മറ്റേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ മുബ്താ ഖബറും കൂടിയ ജുംല അതിന്റെ ഖബർ. അങ്ങനെ ഇത് മൊത്തത്തിൽ തൗബീൽ ചെയ്താ അന്ന് മസ്തരിയാണല്ലോ, അത് മൊത്തത്തിൽ ഇങ്ങോട്ട് തയ്യോ അന്നൊട്ടും ഇങ്ങോട്ട് തൗബീൽ ചെയ്താന് അന്നും അതിന് ശേഷമുള്ളവും അത് റഫിന്റെ മഹലിലാവും. കാരണം എന്താ? മാക്കബിലുണ്ടായിരുന്ന മൂത്താന്റെ ഖബറായിട്ടാ വരിക. മനസ്സിലായോ? ഏതാ പറയുമ്പോൾ ആഖിറു ദഅവാഹും അന്റെ ആ മൂത്താന്റെ ഖബറായിട്ടാണ് അനിൽ ഹംദു അങ്ങനെ വരിക. പിന്നെ അടുത്തത് ഫഅമ്മൽ ഫിഅലിയത്തു എന്നാൽ ഫിഅലിയായത് ഫയജിബു കൗനുഹാ. നോക്കുക, ഫീലിയായ ജുംല അതിന്റെ ഖബറായിട്ട് വരുമ്പോൾ എന്തൊക്കെ വരിക എന്തോ നോക്കിക്കോളി. ഫയജിബു കൗലുഹ, അപ്പോ അതാവുക എന്നുള്ള നിർബന്ധമാണ്. ആ ഫീലിയായ ജുംല മഫ്സൂലത്തൻ മിൻ അന്നിനെ തൊട്ട് എന്താ ഫസ്ല് വേറിടപ്പെടണം, ഫസ്ല് ചെയ്യപ്പെടണം. എപ്പോഴാണത്? അന്നിനെ തൊട്ട് ഫസ്ല് ചെയ്യപ്പെടണം. അഥവാ ആ ഖബറിന്റെ ഇടയിൽ അതെപ്പോഴാണ്? ഇൻ ബുദിഅത്ത്, അത് ആരംഭിക്കപ്പെടുകയാണെങ്കിൽ, ആ ഖബറ് ഫിഅലിയായ ഖബറായി വരുന്നത് ആരംഭിക്കപ്പെടുകയാണെങ്കിൽ ബിഫിഅലിൻ മുതസർരിഫിൻ, മുതസർരിഫായ ഫീല് കൊണ്ട് ആരംഭിക്കപ്പെടുകയാണെങ്കിൽ. അതെന്നെങ്ങനെ? ഗൈരി ദുആഇൻ, ദുആ അല്ലാത്ത മുതസർരിഫായ ഫീല് കൊണ്ട്. ജാമിദാകുമ്പോൾ പ്രശ്നമല്ല പറയും. അപ്പോ ദുആ അല്ലാത്ത, ദുആ ആണ് മുതസർരിഫാണെങ്കിലും പ്രശ്നമല്ല, ദുആ അല്ലാത്ത മുതസർരിഫായ ഫീല് കൊണ്ട് തുടങ്ങപ്പെടുമ്പോൾ അപ്പോ അവിടെ എന്താ ഒരു അന്നിന് ശേഷം ഫസ്ലിടണം. ഇബ്നു മാലിക് അത് പറഞ്ഞിട്ടുണ്ട്. യക്കുൻ ഫീലൻ വലം യക്കുൻ ദുആ വലം യക്കുൻ തസ്രീഫുഹു മുംതനിയ. അപ്പം എന്താ? ഫൽ അഹ്സനുൽ ഫസ്ലു ബിഖദ് കൊണ്ടാവും, നഫീ കൊണ്ടാവും, തൻഫീസിനൗ ലൗ വ ഖലീലുൻ സിക്റു ലൗ. ലൗ പറയലാണ്, അത് ഖലീലുമാണ് എന്ന് ഇബ്നു മാലിക് അൽഫിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. അതിന്റെ ആശയം നോക്കുക. എന്താവും? അപ്പോൾ വയക്കൂന ഫസ്ലുഹ, അപ്പോൾ അതിനെ ഫസ്ലി ചെയ്യലാകുന്നത്, അതിന്റെ ഫസ്ലാകും ഇമ്മാ ബിഖദ്, ഖദ് കൊണ്ടായിരിക്കും. ഖദ് കൊണ്ട് ഫസ്ല് ചെയ്യ. നഹ്വു വനഅലമു അൻ ഖദ് സദഖ്തനാ വനഅലമു അൻ ഖദ് സദഖ്തനാ. സദഖ്തനാ മുതസർരിഫാണ്, ദുആ അല്ല, മുതസർരിഫായ ഫീലാണ്. അതുകൊണ്ട് തന്നെ ഖദ് കൊണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്ല് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഔ ബി ഹർഫി തൻഫീസിൻ, അല്ലെ തൻഫീസിന്റെ ഹർഫ് കൊണ്ട്. നഹ്വു നോക്കി, അലിമ അൻ സയകൂനു മിൻകും മർദാമ. അലിമ അൻ സയകൂനു, കണ്ടോ? സീന് തൻഫീസിന്റെ ഹർഫ് കൊണ്ട് ഇട്ടു, കാന യകൂനു വന്നപ്പോ. ഔ അല്ലെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ്? ഹർഫി നഫീൻ, നഫീന്റെ ഹർഫ് കൊണ്ട്. നഫീന്റെ ഹർഫ് കൊണ്ട് അതിനത് ഉദാഹരണം നോക്കുക. നഹ്വു വഹസിബു അല്ലാ തകൂന ഫിത്ന. അപ്പോ ഏതാ? നഫി വന്നതില്ല. അതേപോലെ തന്നെ അലിമ അല്ലൻ, എവിടെ പോയി? അലിമ അല്ലൻ തുഹ്സൂഹു, അവിടെ ലന്ന് വന്നു, കണ്ടോ? അപ്പൊ അവിടെയൊക്കെ ഈ ഫീലുകളൊക്കെ ദുആ അല്ലാത്ത മുത്തസരിഫാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കൊണ്ടൊക്കെ അവിടെ ഫസ്ല് പറയപ്പെട്ടിട്ടുണ്ട് ലന്ന് കൊണ്ട്. അതുപോലെ തന്നെ അയഹ്സബു അല്ലം യറഹു അഹദ്, ലം വന്നു. ഔ അല്ലെങ്കിൽ ലൗ കൊണ്ട് പറയല് ഖലീലാണ്. ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട് വ ഖലീലുൻ സിക്റു ലൗ. നഹ്വു വഅല്ല വിസ്തഖാമു. അപ്പോ ഇത്രയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒക്കെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഫീലിയായ ജുംലായിട്ട് വന്നപ്പോ ദുആ അല്ല, അപ്പൊ മുത്തസരിഫായ ഫീലാണ്. അപ്പം പറഞ്ഞത് കൊണ്ടൊക്കെ അവിടെ ഖദ് കൊണ്ടോ അല്ലെങ്കിൽ തൻഫീസിന്റെ ഹർഫ് കൊണ്ട്, അല്ലെങ്കിൽ നഫീ കൊണ്ട്, അല്ലെ ലവ് കൊണ്ട്, ഇതിനൊക്കെ നമ്മൾ ഫസ്ല് പറയണം. അന്നും ആ ഫീലിയായ ഖബറിനും ഇടയിൽ. എന്നാ വറുബമ ചിലപ്പോ ജാ ഫി ഷീറിൽ വന്നിട്ടുണ്ട് ബിലാ ഫസ്ലിൻ, ഫസ്ൽ ഇല്ലാണ്ട് വന്നിട്ടുണ്ട് ഷീറിൽ.
എങ്ങനെ? ദുആ ആണ്, അല്ല ദുആ അല്ല, ജാമിദും അല്ല, പക്ഷെ മുത്തസരിഫാണ്. എന്നിട്ട് മുത്തസരിഫാവോ ഫസ്ലുമാണല്ലോ, പക്ഷെ ഫസ്ൽ ഇല്ലാണ്ട് വന്നു ഷീറിൽ. അതിനെ ഉദാഹരണം നോക്കുക. അലിമു അയ്യു അമ്മലൂന ഫജാദു ഖബ്ല അൻ യുസ്അലു ബിഅഅസമി സുഅലിന്ന. ഇത് പറഞ്ഞതാണ് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഏതായാലും നോക്കാം നമുക്ക്. അലിമു എന്താ? അവരറിഞ്ഞു അയ്യു അമ്മലൂന. യു അമ്മലു പറഞ്ഞാൽ യുർജൗന ഔ വയുസ്അലൂന എന്നൊക്കെ പറയും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അലിമു അയ്യു അമ്മലൂന, അവർ അറിഞ്ഞു, അയ്യു അമ്മലൂന അവർ ആഗ്രഹിക്കപ്പെടുമെന്ന്, അല്ല അവർ ചോദിക്കപ്പെടുമെന്ന്. അപ്പോൾ അവരെ ആഗ്രഹിക്കപ്പെടുമെന്ന് അലിമു അവർ അറിഞ്ഞു. ഫജാദു അപ്പോൾ അവരെന്ത് ചെയ്തു? ധർമ്മം ചെയ്തു. ഫജാദു അവർ ധർമ്മം ചെയ്തു. ഖബ്ല അൻ യുസ്അലു അവർ ചോദിക്കപ്പെടുന്നതിന് മുമ്പേ ധർമ്മം ചെയ്തു. ബി അഅസമി സുഅലിൻ, സുഅൽ എന്ന മസ്ഊലിന്റെ മാന മത്ലൂബ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അവർ ചോദിക്കപ്പെടുന്നതിൽ മസ്ഊലിൽ വെച്ച് ഏറ്റവും ആസമ് കൊണ്ട് അവരെന്ത് ചെയ്തു? ചോദിക്കുന്നത് മുമ്പേ ധർമ്മം ചെയ്തു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ തെളിവ് എന്താ വെച്ചാൽ അലിമു അയ്യു അമ്മലൂന, അതാണ് നമുക്ക് ഷാഹിദ്. അയ്യു അമ്മലൂന മുഖഫഫായ അന്ന്, സഖീലയിൽ മുഖഫഫായ അന്ന് വന്നു. അതിൻ്റെ ഇസ്മ അവിടെ ന്റെ ദമീർ മഹദൂഫാണ്. പക്ഷേ പിന്നെന്താ ഖബർ ഏതാ? അതിൻ്റെ ഖബർ യു അമ്മലൂനയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ അന്നിൻ്റെയും അതിൻ്റെ ഇടയിലും എന്തെങ്കിലും ഫസ്ല് വന്നിട്ടില്ല, മുത്തസരിഫായ ഫീലായിട്ട്. അപ്പോൾ അത് ഷീറിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞൊരു ഉദ്ദേശം. ഇനി ബാക്കി നോക്കാം. ഇനിയിപ്പോൾ മുത്തസരിഫ് അല്ല നോക്കി നിങ്ങൾ. വ ഇൻ ബദഅത ബിഫിഅലിൻ ജാമിദിൻ, ജാമിദായ ഫീൽ കൊണ്ട് ഇനി ആരംഭിക്കുകയാണെങ്കിൽ, ഔ മുത്തസരിഫിനല്ലേ, മുത്തസരിഫായ ഫീൽ കൊണ്ടാണ് ആരംഭിക്കുന്നത്. പക്ഷെ വഹുവ ദുആഉൻ, അത് ദുആ ആണ്. മുത്തസരിഫ് ദുആ ആണ്. അപ്പലം തഹ്തജിൽ അൽ ഫാസിൽ, അപ്പോൾ ആ ഫീലിയ ജുംല എന്താവൂല, അല്ല വൈൻ ബദഅത്തല്ല പറഞ്ഞത്. അപ്പലം തഹ്തജ്, നീ ആവശ്യക്കാരനാവൂല ഇൽ ഫാസിലിലേക്ക്. അപ്പോൾ ഒരു ഫാസിലിനെ കൊണ്ടുവരേണ്ട ആവശ്യമല്ല അവിടെ. അപ്പോൾ ജാമിദായ ഫീല് അസ ലൈസ പോലത്തെ അല്ല മുത്തസരിഫന്നാണ് ദുആന്റെ മാനാക്കാണെങ്കിൽ, അപ്പോൾ നീ ഫാസിലിലേക്ക് നീ ആവശ്യക്കാരനല്ല. മിസാലുൽ ജാമിദിന് നോക്കി. വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, കണ്ടോ? അൻ അതിൻ്റെ ഷെന്റെ ദമീർ മഹ്ദൂഫാണ്. അവിടെ ഇസ്മ ലൈസ വന്ന ജാമിദല്ല, അപ്പോൾ ഫസ്ലില്ല. വ അൻ അസാ അൻ യകൂന ഖദ് ഇഖ്തറബ അജലുഹും, അസാ ജാമിദായ ഫീലാണ്. അപ്പോൾ അവിടെ എന്ത് വന്നിട്ടില്ല? അന്നിന് ശേഷം ഫസ്ൽ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഐ അൻഹു ലൈസ വ അൻഹു അസ എന്നാണ്. ഷെന്റെ ദമീർ ഇസ്മ കളി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫസ്ൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി വ മിസാൽ ദുആ, ഈ ദുആക്ക് നോക്കി നിങ്ങൾ. ഏതാ? വൽ ഖാമിസത്തു അൻ ഗദിബല്ലാഹു അലൈഹാ. അപ്പോൾ ഇത് നമ്മൾ ഓതുന്ന ഖിറാഅത്തിൽ എങ്ങനെ? വൽ ഖാമിസത്തു അന്ന ഗദബല്ലാഹി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഖിറാഅത്ത് അനുസരിച്ചാണ്. അതാണ് ഫി ഖിറാഅത്തി മൻ ഖഫഫ, ഫി ഖിറാഅത്തി മൻ ഒരുത്തന്റെ ഖിറാഅത്തിൽ എങ്ങനത്തെ ഖഫഫ അന്നനെ തഖ്ഫീഫാക്കിയ ഖിറാഅത്തിൽ വ കസറത് ദാദിന് കസറും അന്നനെ തഖ്ഫീഫാക്കിയ ഖിറാഅത്ത് അനുസരിച്ച്. അപ്പോൾ ഗദിബ ഇവിടെ അൻ ഗദിബ എന്നാണ്. ആ ഗദിബ മുത്തസരിഫൊക്കെ തന്നെയാണ്, പക്ഷേ എങ്ങനെ ദുആന്റെ മാനാക്ക, അല്ലാഹു കോപിക്കട്ടെ എന്ന ദുആന്റെ മാനാക്കാണ്. അതുകൊണ്ട് അവിടെ ഫസ്ലിന്റെ ആവശ്യമില്ല. ഇനി അടുത്തത് വ അമ്മ കഅന്ന, എന്നാൽ കഅന്നയാകുന്നത് ഇദാ ഖുഫിഫത് അതിനെ തഖ്ഫീഫാക്കപ്പെടുമ്പോൾ, അഥവാ കഅൻ എന്ന് പറയുമ്പോൾ ഫതുഅമലു, അപ്പോൾ ആ കഅൻ എന്നുള്ളതിനെ അമലി ചെയ്യിപ്പിക്കപ്പെടും വുജൂബ് എന്ന നിലക്ക്. ഹംലൻ അല അനിൽ മഫ്തൂഹ, അന്നയെ തഖ്ഫീഫാക്കിയിട്ടുള്ള അന്നിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അതിനെ വുജൂബ് അമലി ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ മേലേക്ക് മഫ്തൂഹായ അനിൻ്റെ മേൽ ഹംല് ചെയ്തുകൊണ്ട്. വലകിൻ പക്ഷേ അങ്ങനാണെങ്കിലും തുഹാലിഫുഹ, ഈ കഅൻ എന്നുള്ളത് അൻ എന്നുള്ളതിനോട് എതിരാകും. ഫി അന്ന ഖബറഹ, ഏത് വിഷയത്തില? തീർച്ചയായും അന്ന ഖബറഹ, ഈ കഅൻ എന്നുള്ളതിന്റെ ഖബർ ലാ യൽസമു കൗനുഹ, അത് ആവൽ അനിവാര്യമാവുകയില്ല, ജുംലയാവൽ. വല കൗനുസ്മിഹ, അതേപോലെ തന്നെ അതിന്റെ ഇസ്മ ആവുക എന്നുള്ളതും ലാസിമാവൂല. ദമീറ ഷൈനിന്റെ ദമീറാവൽ മഹ്ദൂഫൻ, അത് തന്നെ കളയപ്പെട്ടതായ നിലയിൽ. അപ്പോൾ അൻ ആവുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെത് എന്താവണം? ജുംല
ഖബർ ജുംലാവണം എന്ന് പറഞ്ഞല്ലോ. ഇബ്നു മാലിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മഹുല്ലാ, വ ഇൻ തുഖഫഫ് അന്ന ഫസ്മു ഹസ്തകൻ. കണ്ടോ? അപ്പോ വൽ ഖബറ ജഅൽ ജുംലതൻ മിൻ ബഅദി അന്ന. കണ്ടോ? ഖബറിനെങ്കിൽ ജുംല ആക്കണം അന്നിന് ശേഷം. അപ്പോ അന്നിന്റെ അങ്ങനെയാണ്. അതേപോലെ തന്നെ അതിന്റെ ഇസ്മ് മറഞ്ഞായിരിക്കും, മഹ്ദൂഫ് ആയിരിക്കും, ഇസ്തക്കൻ. പക്ഷെ ഇവിടെ അത് എന്തില്ല, ആ വിഷയത്തിൽ കഅന്ന് നിർബന്ധമൊന്നുമില്ല. അതാ പറഞ്ഞത്. അതിൻ്റെത് മുഫ്രദായിട്ടും ഉണ്ടാവും, ജുംല തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ബൽ എങ്കിലും യഖില്ലു ദിക്റു ഇസ്മിഹ, അതിന്റെ ഇസ്മിനെ പറയാന്നുള്ളത് ഖലീല, സാഹിറായിട്ട് ഫിൽ ലഫ്ദിൽ ഖൗലിഹി, ഷായറിന്റെ ഖൗല് പോലെ. ഷായറിന്റെ ഖൗല് എന്താ? വയൗമൻ, ഷായറിന്റെ ഖൗല് വയൗമൻ തുവാഫീന ബിവജ്ഹിൻ മുഖസ്സമിൻ കഅൻ ളബിയതൻ തഅതു ഇലാ വാരിഖിസ് സലമി. ഇത് പറഞ്ഞത് അൽബാ ഇബ്നു അർഖം. അൽബാ ആണോ അൽബ ആണോ അല്ലാഹു അലം, ഏതായാലും അങ്ങനത്തെ ഖായിൽ അദ്ദേഹമാണ്. യൗമൻ സർഫാണല്ലോ. തുവാഫീന എന്ന് പറഞ്ഞാൽ യൗമൻ ഒരു ദിവസത്തിൽ, തുവാഫീന അതാ തഅ്തീന അല്ലെങ്കിൽ തസൂറുന എന്നൊക്കെ മാന, നമ്മുടെ അടുക്കൽ അവൾ വരും, അല്ലെ നമ്മളെ അവൾ സന്ദർശിക്കും ഒരു ദിവസത്തിൽ. ബിവജ്ഹിൻ ഒരു മുഖം കൊണ്ട്. എങ്ങനത്തെ മുഖമാ? മുഖസ്സമിൻ ഭംഗിയാക്കപ്പെട്ട, ഖസ്സമ ഭംഗിയാക്കേണ്ട മാനുണ്ടല്ലോ, അതിന്റെ ഇസ്മഫുല് മുഖസ്സമിൻ ഭംഗിയാക്കപ്പെട്ട മുഖം കൊണ്ട്. ഏതുപോലെ കഅൻ സബിയത്തൻ അതൊരു മാൻപേടയെ പോലെ ആയതുപോലെ. കഅൻ സബിയത്തൻ മാൻപേടയെ പോലെ. എങ്ങനത്തെ മാൻപേടയാണ്? തഅതു, അത് തഅതു എന്ന് പറഞ്ഞാല് കഴുത്ത് നീട്ടുക. അപ്പൊ കഴുത്ത് നീട്ടുന്ന ഒരു മാൻപേടയെ പോലെയാണ്. ഇതുപോലെയാണ് കഅൻ സബിയത്തൻ, ഒരു സബിയത്ത് മാൻപേടയെ പോലെയാണ്. തഅതു അങ്ങനത്തെ കഴുത്ത് നീട്ടുന്ന. ഇലാ വാരിഖിസ് സലമി, അത് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇദാഫത്താണ്. അപ്പോ മൂരിക്കിന്റെ മാന ഇലയുള്ളതാവുക. അസ്സലം മൗസൂഫ്, സലം എന്ന് പറഞ്ഞാൽ വൃക്ഷം, കൊന്നമരത്തിനൊക്കെ പറയും. അപ്പൊ നല്ല ഇല ഉള്ളതായ കൊന്നമരത്തിലേക്ക് കഴുത്ത് നീട്ടി നിൽക്കുന്ന ഒരു മാൻപേടയെ പോലെ എന്നാ. അപ്പോ ഇവിടെ എന്താ നമുക്ക് ഷാഹിദ് എന്ന് പറഞ്ഞല്ലേ, ബൽ യഖില്ലു ദിക്റു ഇസ്മിഹ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഇസ്മ പറയൽ ഖലീലാന്ന്. ഇവിടെ അതിന്റെ ഇസ്മ സാഹിറായി പറഞ്ഞിട്ടുണ്ട്. കഅൻ സബിയത്തൻ ഉണ്ടോ, ഇസ്മ സാഹിറായി പറഞ്ഞു. ഫി റിവായത്തി നസ്ബി, ഇതെങ്ങനെ ഈ സബിയത്താണ്? ഫി റിവായത്തി നസ്ബി സബിയ, സബിയത്തിന് നസ്ബ് ചെയ്തിട്ടുള്ള റിവായത്തിലാണ്. അലൽ അമാലി, അമലടിസ്ഥാനത്തിൽ. കഅൻ സബിയത്തൻ. എന്നാൽ ഇതിനെ വ്യത്യസ്ത നിലക്കൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാ പറയുന്നത് വയുർവാ ബിറഫ്ഇഹ, ഈ സബിയത്തു എന്നുള്ളതിന് റഫ് ചെയ്ത് സബിയത്തുൻ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലൽ ഇൽഗാ, ഈ ഇൽഗാ അടിസ്ഥാനത്തിൽ. ഔ അല്ലെങ്കിൽ ഒന്നൊക്കെ ഇൽഗാ എന്ന നിലക്ക് റഫ് കൊണ്ട് സബിയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഔ അല്ലെങ്കിൽ അല കൗനിഹ, ഈ സബിയത്ത് എന്നുള്ളത് ആവുക എന്ന അടിസ്ഥാനത്തിൽ. ഖബറൻ, ഖബർ ആവുക എന്ന അടിസ്ഥാനത്തിൽ. അപ്പോ വലിസ്മു മഹ്ദൂഫുൻ, ഇസ്മാവട്ടെ മഹ്ദൂഫായ നിലയിലായിരിക്കും. അപ്പോ അങ്ങനെയും വരും. കഅൻ സബിയത്തുൻ. അപ്പൊ അങ്ങനെ വരാ ഐ കഅൻഹാ സബിയത്തുൻ വരാ. കഅൻഹാ, അതിന്റെ ഇസ്മ ഹാ മഹ്ദൂഫാണ്, സബിയത്തുൻ. അങ്ങനെ ആ നിലക്കൊക്കെ റഫോണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അർത്ഥം. അതുമാത്രല്ല, ഇങ്ങനെയുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വബിൽ ജർരി, ജെറ് കൊണ്ടും. അപ്പൊ അതേത് നിൽക്ക? ജെറ് കൊണ്ട് കഅൻ സബിയത്തി എന്ന് പറയും. അപ്പൊ അതേത് നിൽക്ക? അല സിയാദത്തി അൻ, അന്ന് സായിദാണ് എന്ന് വെക്കണം. അന്ന് കഅന്നുള്ള അന്നുണ്ടല്ലോ, അത് സായിദാണ്. അപ്പൊ ആ അന്ന് സായിദായ അന്ന് കാഫിനും മജ്റൂറിന്റെ ഇടയിൽ വന്നതാന്ന് വെക്കുക. അങ്ങനെ അപ്പൊ കഅൻ സബിയത്തിൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏനി വയുഫ്സലുൽ ഫിഅലു, ഫീലിനെ ഫസ്ല് ചെയ്യപ്പെടും. നമ്മള് അന്നിന്റെ അവിടെ പറഞ്ഞില്ലല്ലോ, അന്നിനെ ഫീലിയായ ജുംല ഖബറായിട്ട് വരുമ്പോ മുത്തസരിഫ് ദ്വാ അല്ലാത്ത മുത്തസരിഫ് വന്നാല് ഖദ് കൊണ്ടോ തൻഫീസിന്റെ അർഫ് കൊണ്ടോ നഫി കൊണ്ടോ ഒക്കെ പറഞ്ഞല്ലോ വേർതിരിക്കണം എന്നതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അത് ഇവിടെ എന്താണ്? വയുഫ്സലുൽ കഅല്ലും വയുഫ്സലുൽ ഫിഅലു, ഫീലിനെ ഫസ്ല് ചെയ്യപ്പെടും. അല്ല എങ്ങനത്തെ ഫീലാണ്? അൽ മുത്തസരിഫ്, മുത്തസരിഫ്. അപ്പൊ ജാമിദ ഔട്ടായി. മുത്തസരിഫായ ഫീലിനെ. പിന്നെ എങ്ങനത്തെ? അൽ വാഖിഉ, സംഭവിച്ചതായ. ഖബറൻ, ഖബറായി സംഭവിച്ച. ലഹ, ആ കഅൻ. അപ്പോ ആ കഅന്നിന് ഖബറായി സംഭവിച്ച മുത്തസരിഫായ ഫീലിനെ ഫസ്ല് ചെയ്യപ്പെടും. മിൻഹ, ആ കഅൻ എന്നുള്ളതിന് തൊട്ട്.
ഇമ്മാ ബിലം ഒന്നുകിൽ ലമ്മ കൊണ്ട്. നഹ്വു ഖുർആനിലായത്താണ് നോക്കാം നമുക്ക്. കഅല്ലം തഗ്ന ബിൽ അംസി, കണ്ടോ, കഅല്ലം തഗ്ന ബിൽ അംസി. അവിടെ എങ്ങനെ നമ്മൾ ഇറാബ് പറയും? യൂനുസിലായത്താണ് 24-ാമത്തെ ആയത്ത്. ക എന്നുള്ള നമ്മൾ ഇറാബ് പറയുമ്പോൾ സഖീലിൽ നിന്ന് മുഖഫഫ് ആയതാണ്. അതിന് ഇസ്മു ഷൈനിന്റെ ദമീർ മഹ്ദൂഫാന്ന് വെക്കും. അപ്പൊ എങ്ങനെ കഅൻഹ. ലം എന്നുള്ളത് ഹർഫു ജാസിമിന്റെ ഹർഫാണ്. തഗ്ന ഫീൽ മുദാരി മജ്സൂമാണ്. ജസ്മിന്റെ അലാമത്ത് ഇല്ലത്തിന്റെ ഹർഫ് കളഞ്ഞാണല്ലോ. ബിൽ അംസി മുതല്ലക്ക് തഗ്ന. അപ്പൊ അവിടെ നമുക്ക് ഏതായാലും അവിടെ ഷാഹിദ് എന്താ ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഖബർ കൂടെ ലമ്മ് കൂടി വന്നു. ലം ഔ ഖദല്ലേ, ഖദ് കൊണ്ടായിരിക്കും. അത് ഷായറിന്റെ ഒരു ഖൗലാണ് ഖദ് കൊണ്ടുള്ളത്. നോക്കാം, ഇത് പറഞ്ഞ ഖായിലാരാന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ലാ യഹൂലൻക ഇസ്തിലാഉ ലദൽ ഹർബി ഫമഹ്ദൂറുഹാ കഅൻ ഖദ് അലമ്മ. എന്താ അവിടെ പറഞ്ഞത്? ലാ യഹൂലൻക എന്ന് പറഞ്ഞാൽ ലാ യഫ്സഅൻക എന്നർത്ഥം. നിന്നെ ഭയപ്പെടുത്തണ്ട. ഇസ്തിലാഉ, ഇസ്തല എന്ന് പറഞ്ഞാൽ ഈ തീ കായുന്നതിന് പറയല്ലേ ഇസ്തല, അതിന്റെ മസ്തറാണ്. അപ്പൊ ലാ യഹൂലൻക, നിന്നെ ഭയപ്പെടുത്തണ്ട. ഇസ്തിലാഉ കായൽ, ലസൽ ഹർബി യുദ്ധത്തിന്റെ തീ, അതിനാറുഹാന്ന. അപ്പോ യുദ്ധത്തിന്റെ ലസ തീ കായൽ നിന്നെ ഭയപ്പെടുത്തണ്ട. ഫമഹ്ദൂറുഹ, അപ്പൊ അതിന്റെ കാര്യത്തിൽ, ഹർബിന്റെ കാര്യത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്, മഹ്ദൂറാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത്, അഥവാ ഉദ്ദേശിക്കുന്നത് യാനി ബിൽ മൗത്ത് എന്നാ അവിടെ കാണാം. യാനി ബിഹി അൽ മൗത്ത്, അഥവാ ആ മരണമുണ്ടല്ലോ. കഅൻ ഖദ് അലമ്മ, അത് ഇറങ്ങിയതുപോലെ എന്നാ. അപ്പൊ അലമ്മ എന്ന് പറഞ്ഞാല് നസലന്റെ മാന. അപ്പൊ നമുക്ക് ഷാഹിദ് എന്താ? അതിന്റെ ഖബറില് എന്ത് വന്നു? ഖദ് വന്നു. കണ്ടങ്ങള് മുതസരിഫായ ഫീലായപ്പോ അലമ്മ കഅൻ ഖദ്. അതിന്റെ കഅന്റെ ഇസ്മ ദമീർ മഹ്ദൂഫാണ്, ളാഹിറായ കാര്യമാണല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ ഖദ് വന്നു. അപ്പൊ ഖദ് കൊണ്ടോ ലമ്മ് കൊണ്ടോ പിരിച്ചു വരും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വഇൻകാന ഖബറുഹ, ഇനി അതിന്റെ ഖബറാന്ന് വെക്കുക. നമ്മൾ പറഞ്ഞില്ലേ കഅൻ എന്നുള്ളതിന്റെ ഖബർ ജുംല മാത്രാല് ലാസിമല്ല അന്നിനെ പോലെ നമ്മൾ പറഞ്ഞില്ലേ, മുഫ്രദായിട്ടും വരും. അപ്പൊ നോക്കാം, വഇൻകാന ഖബറുഹ, ഇനി അതിന്റെ ഖബർ മുഫ്രദാണെങ്കിൽ, ഔ ജുംലത്തൻ ഇസ്മിയായ ജുംലയോ ആണെങ്കിൽ, അപ്പലം യഹ്തജില ഫാസിൻ, അപ്പൊ ഫാസിലിലേക്ക് അത് ആവശ്യമാവൂല. ഖബർ ഫാസിലിലേക്ക് ആവശ്യമാവൂല. ഫാസിലിന്റെ ആവശ്യം വരില്ല. ഖൗലിഹി, ഷായറിന്റെ ഖൗല് പോലെ. ഷായറിന്റെ ഖൗല് ഇതും ആരാ പറഞ്ഞത് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. വസ്വദിരിൻ മുശ്രിഖിൻ നഹരി കഅൻ സദിയാഹു ഹുഖാനി. വസ്വദിരിൻ, വാവ് റുബ്ബന്റെ മാന. വസ്വദിരിൻ, എത്രയെത്ര നെഞ്ചുകളാണ്. മുശ്രിഖി, പ്രകാശിപ്പിക്കുന്ന. അന്നഹരി എന്ന് പറഞ്ഞാൽ മൗദിഉൽ ഖിലാദ, മാലയുടെ കഴുത്തിന്റെ താഴെയുള്ള ഭാഗം. അപ്പൊ കഴുത്തിന്റെ താഴെയുള്ള ഭാഗത്തെ പ്രകാശിപ്പിക്കുന്ന എത്ര നെഞ്ചുകളാണ്. കഅൻ സദിയാഹു, അതിന്റെ രണ്ട് മാറിടങ്ങളായതുപോലെ. ഹുഖാനി, പേടകങ്ങൾ പോലെ ആയതുപോലെ. രണ്ട് പേടകം പോലെ ആയതുപോലെ. സ്ത്രീയെ വർണ്ണിച്ച് പറയണം. അതുപോലെ നമുക്ക് ഇവിടെ ഷാഹിദ് നോക്കാം. കഅൻ സദിയാഹു, അതിന്റെ ഖബർ ഇസ്മിയ ജുംല വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലമ്മോ ഖദോ കൊണ്ടുവന്നെ അങ്ങനത്തെ ഒരു ഫാസിലിന്റെ, വേറെ ഒരു ഫാസിലിന്റെ ആവശ്യമില്ല അവിടെ. അതാണ് നമുക്ക് അവിടെ ഷാഹിദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത്രയാണ്. ബാക്കി ബാദു. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.